പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ ന്യൂസ് 18-ൻ്റെ ഒരു ചിദാനന്ദപുരി സ്വാമി ഒരു അഭിമുഖം കൊടുത്ത് കാണാനിടയായി. അപ്പം അദ്ദേഹം ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാഷ്ട്രീയം, മൂന്നാമതും പിണറായി വിജയൻ, ഇടതുപക്ഷമെന്നല്ല പുള്ളി പറഞ്ഞു, പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുന്നതാണ് ഉത്തമം, കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നതാണ് ഉത്തമം. അതിന് പുള്ളി കണ്ടെത്തിയിരിക്കുന്നത് ന്യായമുണ്ട്. മൂന്നാമതുമായി കഴിയുമ്പോൾ തന്നെ ഇവർ നാറും, അതോടുകൂടി ഇവരില്ലാതാവും, പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഇല്ലാതാവും, അപ്പം BJP ഭരിക്കാം. അപ്പോൾ ഈ എന്താ പറയുന്നത്, മുട്ടനാടിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്ന് പുള്ളി അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് സമയമില്ലാത്തതുകൊണ്ട് എളുപ്പമെന്ന് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ട് ഒരു പാട്ടിനെ പറ്റി പറഞ്ഞു. യേശുദാസ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപകുമാരനെ കാണുമെന്നുള്ള പാട്ടിനെ പറ്റി യേശുദാസ് അത് പാടിയെന്നേ ഉള്ളൂ. യേശുദാസ് പ്രതിഫലം മേടിച്ചുകൊണ്ടാണ് പാടിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് വയലാറും സംഗീതം കൊടുത്തിരിക്കുന്ന ദേവരാജൻ മാസ്റ്ററുമാണ്. ശരിയാണ്. പക്ഷെങ്കിൽ അദ്ദേഹം യേശുദാസ് പൈസ മേടിച്ചുകൊണ്ടാണ് പാടിയത്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയത്തില്ലയോ, ഇവർക്ക് സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും പൈസ മേടിച്ചുകൊണ്ടാണ്. വയലാറിൻ്റെ പൈസ മേടിക്കാമെന്നോ ഇതെഴുതിയത്, ദേവരാജൻ മാസ്റ്റർ പൈസ മേടിക്കാമെന്നോ സംഗീതം കൊടുത്തത്, യേശുദാസും പൈസ മേടിച്ചുകൊണ്ട് തന്നെയാണ് പാടിയിരിക്കുന്നത്. പക്ഷേ വയലാറിന് പാടാനൊക്കത്തില്ല, യേശുദാസിന് എഴുതാനും ഒക്കത്തില്ല. അതുപോലെ ദേവരാജൻ മാസ്റ്റർക്ക് എഴുതാൻ ഒക്കത്തില്ല, സംഗീതം കൊടുക്കാനറിയാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു പാട്ട് വരത്തുള്ളൂ, പാട്ടൊക്കത്തുള്ളൂ. അപ്പോൾ ഈ സ്വാമിക്ക് അറിയത്തില്ല. യേശുദാസിൻ്റെ സ്വരത്തിൽ ആ പാട്ട് കേൾക്കുമ്പോഴേ അതിൻ്റെ ഭക്തിയും എത്രയോ പേര് യേശുദാസിനെ, പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാൻ യേശുദാസിനെ ഇകഴ്ത്തി കാട്ടുകയെന്നൊക്കെ. പക്ഷേ ഇദ്ദേഹം യേശുദാസിനെ ഇകഴ്ത്തി, അല്ലെങ്കിൽ യേശുദാസ് ഒരു എന്നെ മറ്റുള്ള, ഞാൻ അതിൻ്റെ മതപരമായ കാര്യങ്ങൾ പറയുന്നില്ല, ഒരു ഇകഴ്ത്തി കാട്ടാനായിട്ട് പുള്ളി അവിടെ ശ്രമിച്ചിട്ടുണ്ട്. യേശുദാസ് പാടി പ്രതിഫലം മേടിച്ചുകൊണ്ട്, കറക്റ്റാണ്, പ്രതിഫലം മേടിച്ചുകൊണ്ട് ഈ സ്വാമിക്ക് പ്രതിഫലം കൊടുത്ത ഇതുപോലൊരു 4 വരിയോ 2 വരിയെങ്കിലും സ്വാമി പാടുമോ? ഇല്ല. അപ്പോൾ ആ പാട്ടെന്ന് പറഞ്ഞാൽ ആ സൗണ്ടും അദ്ദേഹത്തിൻ്റെ ആ അനർഗളമായ ശബ്ദമാണ് ആ പാട്ടിൻ്റെ മാധുര്യം. അത് സ്വാമി മറന്നു പോകരുത്. ഇതൊന്നും മറന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരെ പോലെ ഇങ്ങനെ ആത്മീയ ആചാര്യന്മാർ സംസാരിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.